ഫോറക്സ് മാർക്കറ്റ് വളരെ സിമ്പിളായിട്ടുള്ള സംഭവം. നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മളതിനെ മനസ്സിലാക്കണ്ട. ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 5% നമുക്കൊരു മാസം അല്ലെങ്കിൽ 10% മാസം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കും. ക്യാപിറ്റൽ 1 lakh ആണെങ്കിൽ ഒരു മാസം നമുക്ക് 10,000 റുപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനൊരു ഗോൾഡിൽ ഒരു ബൈ പൊസിഷൻ എടുത്തു, $1000 എൻ്റെ ക്യാപിറ്റൽ, ഞാൻ അതിലൊരു ബൈ പൊസിഷൻ എടുത്തു. ആ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് $10 ആണ്. $10 മുകളിലോട്ട് ഞാൻ ലോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ആ പെർട്ടിക്കുലർ പൊസിഷൻ ഞാൻ എക്സിറ്റ് ആയി ഒഴിവാകുവാണെങ്കിൽ ഞാൻ ഡിസിപ്ലിൻഡ് ട്രേഡാണ്. ഫോറക്സിൻ്റെ കുറേ ടെർമിനോളജി, പിപ്സ് എന്താണ്, പിപ്പറ്റ്സ് എന്താണ്, സ്പ്രെഡ് എന്താണ്, സ്ലിപ്പേജ് എന്താണ്, കമ്മീഷൻ എന്താണ്, സ്വാപ്പ് എന്താണ്. ഒരു ബിഗിനർ വരുന്ന സമയത്ത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബേസിക് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ബേസിക് ടെർമിനോളജികൾ ആദ്യം പഠിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. മലയാളി ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ, അതായത് നമ്മുടെ കേരളത്തിലുള്ള ഫോറക്സ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ പേ ഔട്ടിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട നിതിൻ ജോണാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. നിതിൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പേ ഔട്ടിൻ്റെ രാജകുമാരൻ എന്ന് പറഞ്ഞതുകൊണ്ട് നെഗറ്റീവായിട്ട് ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അത് ക്ലിയർ ആയിട്ട് നിതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകൾ കൊണ്ടും ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ റിയൽ ആയിട്ടുള്ള എല്ലാ പേ ഔട്ടിൻ്റെ ഹിസ്റ്ററി കൊണ്ടും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഐ ഡോണ്ട് ഫീൽ അത് കുഴപ്പമൊന്നുമില്ല, എന്നെക്കാളും നല്ല പേ ഔട്ട് എടുക്കുന്ന കുറേ വേറെ ആൾക്കാരുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് എവരിവൺ ഗെറ്റ്സ് ടു ദാറ്റ് ലെവൽ. ശരിക്ക് ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഫോറക്സ് മാർക്കറ്റ്? ഫോറക്സ് മാർക്കറ്റ് വളരെ സിമ്പിളായിട്ടുള്ള സംഭവം. നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മളതിനെ മനസ്സിലാക്കണ്ട. നമ്മളിപ്പം ഡെയിലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ദുബായിലോട്ട് പോകണമെങ്കിൽ നമ്മളിവിടുന്ന് എന്ത് ചെയ്യും, നമ്മുടെ INR നമ്മൾ കൺവേർട്ട് ചെയ്ത് AED നമ്മളാക്കും. അപ്പം ആ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ന് നമ്മളൊരു 10,000 രൂപ നമ്മൾ AEDയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അത് തന്നെ ആയിരിക്കുമല്ലോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ സെയിം എമൗണ്ട് നമുക്ക് കിട്ടില്ല. അപ്പം ഡെഫിനറ്റ്ലി ദർ ഇസ് എന്താ പറയുക, ചെറിയ ചെറിയ വേരിയേഷൻസ് എപ്പോഴും പ്രൈസിൽ വരുന്നുണ്ട്. ഓരോ മില്ലി സെക്കൻഡ്സിലും ഈ കറൻസീസിൻ്റെ പ്രൈസുകൾ വരുന്നുണ്ട്. അതാണ് ഫോറക്സ് എന്ന് പറയുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മളിവിടെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് വ്യത്യാസം വേരിയേഷൻസ് വരുന്നുണ്ടല്ലോ, ആ റേറ്റ് വേരിയേഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് അത് നമ്മൾ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു എന്നത് മാത്രമാണ് ഫോറക്സ് ട്രേഡിംഗ് കൊണ്ട് നമ്മൾ എന്താ പറയുക ഉദ്ദേശിക്കുന്ന സംഭവം. അതിപ്പം കുറേ മേഖല ഉണ്ട്. കറൻസീസ് മാത്രമല്ല അതിൽ വരുന്നത്, ഗോൾഡ്, അതായത് കമ്മോഡിറ്റീസിൽ ഗോൾഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓയിൽ വരുന്നുണ്ട്, ഇൻഡെക്സുകൾ വരുന്നുണ്ട്, നാസ്ഡാക്ക്, S&P 500, ഇതുപോലെ തന്നെ ഇൻഡെക്സുകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾ ട്രേഡ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക്, റിലയൻസിൻ്റെ സ്റ്റോക്ക് ഇന്ന് രാവിലെ 2,500 ഓപ്പൺ ആവുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അത് എൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ 2,600 ആ സംഭവം നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ എന്താ പറയുക അതിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ പൈസ ഉണ്ടാക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഒരു കോൺസെപ്റ്റ്, ഇപ്പോൾ ഗോൾഡ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് $4,000 പെർ ഔൺസിലാണെങ്കിൽ അന്നത്തെ അത് മാർക്കറ്റ് അവസാനിക്കാൻ ചിലപ്പോൾ $4,100 പെർ ഔൺസിലായിരിക്കും. അപ്പം നമ്മളതിനെ പ്രോപ്പറായിട്ട് ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും എന്നൊക്കെ പറഞ്ഞ കുറേ പ്രൊഫഷണൽ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കും. ടു പുട്ട് ഇറ്റ് സിമ്പിൾ, അത്രയാണ്. അതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ആണോ അതോ ഫോറക്സ് മാർക്കറ്റ് ആണോ ബെറ്റർ അല്ലെങ്കിൽ നല്ലതെന്ന് പറയാൻ പറ്റും? അയ്യോ, അങ്ങനെ എന്താ പറയുക, ഇന്ത്യൻ മാർക്കറ്റാണോ ഫോറക്സ് മാർക്കറ്റാണോ നല്ലത് എന്ന് ഒരാൾ ഡിഫൈൻ ചെയ്യാൻ ഡെഫിനറ്റ്ലി അവരുടെ റിക്വയർമെൻറ്റ് ബേസിസിലാണ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീൻ്റെ ബേസിസിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ട്, അതായത് റിസ്ക് എടുക്കാൻ നമുക്ക് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ എമൗണ്ട് വെച്ച് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 5% നമുക്കൊരു മാസം അല്ലെങ്കിൽ 10% മാസം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കും. നമ്മുടെ ക്യാപിറ്റൽ 1 lakh ആണെങ്കിൽ ഒരു മാസം നമുക്ക് 10,000 റുപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ 10,000 റുപ്പീസ് നമുക്കൊരു മാസം ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അത് മതി. അതേസമയം നമുക്ക് 1 ലക്ഷം രൂപ ഒരു മാസം വേണം. 1 ലക്ഷം രൂപ നമുക്ക് മാസം വേണമെങ്കിൽ 10%, 10 ലക്ഷം രൂപ 10% ആണ്. അപ്പം അത്രയും വലിയ ക്യാപിറ്റൽ ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് ചൂസ് ചെയ്താൽ മതി. ഇനി ആ ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫോറക്സിൽ നമുക്ക് അതിന് കുറച്ചും കൂടെ എന്താ പറയുക അഡ്വാൻറ്റേജസ് കുറച്ചധികം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇത്. അല്ലാണ്ട് അത് അടിപൊളിയാണ് ഇത് അടിപൊളിയാണ് എന്നുള്ള സംഭവമില്ല. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഇഷ്ടമുണ്ട്, നമുക്ക് ആഗ്രഹങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാൾ, അവർക്ക് ഒരിക്കലും ഇന്ത്യൻ മാർക്കറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 9:30 to 3:30 ഈ ഒരു 9:15 to 3:30 എന്നുള്ളതാണ് ടൈമിംഗ്, മാർക്കറ്റ് ടൈമിംഗ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ആപ്പെട്ടുള്ള ഓപ്ഷൻ എന്താണ്, ഫോറക്സ് മാർക്കറ്റ് ആണ്. 24 hours ഓപ്പൺ ആയുള്ള മാർക്കറ്റ്, 24 hours ഓപ്പൺ അല്ല, ഒരു 1.5 മണിക്കൂർ മാർക്കറ്റ് ക്ലോസ് ആണ്, എന്നാലും ഒരു 23 hours മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്ഷൻസ് ഇപ്പുറത്തുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ റിസ്കിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ആണോ അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് ആണോ റിസ്ക്
കൂടുതലുള്ളത്? അതും നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും. അതായത് ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ രൂ. 1,00,000 നമ്മൾ ക്യാപിറ്റലായിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ആ. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഒരു ബ്രോക്കറിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആ ബ്രോക്കറിന്റെ അകത്ത് നമ്മൾ ഡീമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഡീമാറ്റ് അക്കൗണ്ടിലോട്ട് നമ്മൾ ഈ 1,00,000 ക്യാപിറ്റൽ നമ്മൾ ലോഡ് ചെയ്ത് അത് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഈ ട്രേഡ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സൈക്കോളജി, അന്ന് നമ്മൾ എന്തെങ്കിലും ആരോടായിട്ട് വഴക്കിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ഡൗണിൽ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലും ഫണ്ടിന് ആവശ്യമുണ്ട്, അതിൻ്റെ ബേസിൽ ഇന്ന് ആ ഫണ്ട് നമ്മൾ മാർക്കറ്റിന് ഉണ്ടാക്കണം എന്നൊരു എക്സ്പെക്ടേഷൻ നമ്മൾ വന്നിരിക്കുക, മാർക്കറ്റിൽ വന്നിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇമോഷൻസ് കറക്റ്റ് അല്ല ഒന്നാമത്തെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമ്മൾ ട്രേഡ് എടുത്തു, അത് ലോസിലോട്ട് പോയി. നമ്മൾ അതിലൊരു 10% 1% റിസ്ക് എടുത്തു എന്ന് വിചാരിക്കും. 1% റിസ്ക് എടുത്തിട്ട് നമ്മളത് ലോസിലോട്ട് പോയി, $100 ലോസിലോട്ട് പോയി. വീണ്ടും നമ്മൾ എന്താ 100 പിടിക്കാൻ, നമ്മുടെ ഇമോഷൻസ് ഓൾറെഡി ഫക്ഡ് അപ്പ് ആയിരിക്കും, സോറി ഇതായിട്ട് ഇരിക്കുകയാണ്. എന്താ പറയുക, ആ ഒരു ഫോർമാറ്റിൽ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക അഗ്രഷൻ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫുൾ ക്യാപിറ്റൽ അവിടെ റിസ്ക്കാണ്. മനസ്സിലായി? ആ 1,00,000 ക്യാപിറ്റൽ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ വാഷ് ഔട്ട് ആക്കി കളയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. പക്ഷെ 1,00,000 ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത്രത്തോളം കഷ്ടപ്പാടും ഉണ്ട്. അടിച്ചു കളയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഈ ഫോറക്സിലോട്ട് വരുമ്പം അവിടെ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് 2 രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. റിയൽ അക്കൗണ്ട്, അതായത് നമ്മുടെ സ്വന്തം ക്യാഷ് ഇട്ട് ട്രേഡ് ചെയ്യാനും പറ്റും. നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ തരുന്ന കുറേ ഫേംസ് ഉണ്ട്. ഫണ്ടിങ് ബിപ്സ്, ഫയേഴ്സ്, ഫണ്ടഡ് നെക്സ്റ്റ്, ലിവെക്സ്, ഇങ്ങനത്തെ കുറേ ഫേംസുകളുണ്ട്. ഈ ഫേംസിൽ നമുക്ക് എന്താ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസ്ക് എടുക്കുന്ന എമൗണ്ട് ചെറുതാണ്. ഞാൻ അത് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പം ഏറ്റവും ചെറിയ അക്കൗണ്ട് സൈസ് എന്ന് പറയുന്നത് $5,000 അക്കൗണ്ട്, $5,000 അക്കൗണ്ട്. $5,000 അക്കൗണ്ട് എത്രയാണ് നമ്മുടെ ഇന്ത്യൻ വാല്യൂയിൽ പറയുമ്പോൾ 5 ലക്ഷം രൂപ. നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നമുക്ക് 5 ലക്ഷം രൂപ നമുക്ക് കൂട്ടാം. 5 ലക്ഷം രൂപ നമുക്ക് ആ ഒരു ക്യാപിറ്റൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആപ്പടെ ചിലവാകുന്നത് ആപ്പടെ 3,000 രൂപ അല്ലെങ്കിൽ 4,000 രൂപയേ ഉള്ളൂ. മനസ്സിലായോ? 3,000 രൂപ 4,000 രൂപ നമ്മൾ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക അതിൽ ഇത്രയും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ട്രേഡ് ചെയ്യാനുള്ള $5,000 വിച്ച് ഈസ് 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിലോട്ട് കിട്ടുക. മനസ്സിലായോ? അപ്പോൾ ആ ഒരു അവിടെ ഇൻ കേസ് ആ അക്കൗണ്ട് അടിച്ചു പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് റിസ്ക് എത്ര വരുന്നത്? അപ്പോൾ 3,000 അല്ലെങ്കിൽ 4,000 എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? ആ എമൗണ്ട് മാത്രമാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ റിയൽ ക്യാഷ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടെ 1,00,000 ഫുൾ റിസ്ക്കാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഫുൾ ആ 1,00,000 ഒറ്റ ദിവസം അടിച്ചു കളയാനുള്ള ഇതുണ്ട്. ഇവിടെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം അടിച്ചു കളയാൻ പറ്റുന്നത് 3,000 രൂപ അല്ലെങ്കിൽ 4,000 രൂപയാണ്. അതാണ് ഇതിൻ്റെ റിസ്കിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ. നമ്മുടെ സ്വന്തം ക്യാഷ് ആണല്ലോ നമ്മളിട്ട് ചെയ്യുന്നത്. അപ്പം ഇമോഷൻസ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇതൊക്കെ എന്താ പറയുക ഈ 1,00,000 ക്യാപിറ്റലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്ന അവിടെ നമ്മളൊരു 0 കൂടി പോയി 100 ക്വാണ്ടിറ്റി നമ്മൾ ബൈ ചെയ്തു, തീർന്നു. മനസ്സിലായോ? അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ റിസ്ക് എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മളിത് പ്രോപ്പർലി പഠിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ശരി, 2 മാർക്കറ്റിലും ഈ ഒരു റിസ്ക് ഉണ്ട്, അതേപോലെ തന്നെ റിവാർഡും ഉണ്ട്. അപ്പോൾ പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് നല്ല ഒരു സെൻട്രലൈസ്ഡ് ഒരു ബോഡി സെബി അല്ലെങ്കിൽ NSE ഉണ്ട്, BSE ഉണ്ട്. പക്ഷേ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫിഗർ അവിടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം. ഇപ്പം നമ്മൾ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഇതിന് ഒരു ലീഗലാണോ ഇല്ലീഗലാണോ, ഇത് ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ലേ എന്നുള്ളൊരു ചോദ്യം പലയിടത്തും വരുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലാ രാജ്യങ്ങൾക്കും ഫോറിൻ എക്സ്ചേഞ്ചസ് നമ്മൾ ആദ്യം പറഞ്ഞില്ല. ഇപ്പം നമ്മളിപ്പം ലുലു ഫോറക്സ് അവിടെ പോയി നമ്മൾ എന്താ പറയുക കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനമുണ്ട്. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി ഉണ്ട്, ഫെമ എന്ന് പറഞ്ഞിരിക്കുന്ന ബോഡി ഉണ്ട്. ഈ ബോഡിയാണ് എന്താ പറയുക ഫോറക്സിനെ, അതായത് ഈ ഇങ്ങനത്തെ കറൻസി എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ബോഡിയാണ്. അതിനൊരു റെഗുലേറ്ററി ബോഡി ഉണ്ട്. പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് CFD എന്ന് പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റാണ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ ചെയ്യുന്നല്ലോ, അതിന് തന്നെ ഈ ഓപ്ഷൻ തന്നെ വേറൊരു വേർഷനാണ് CFD, കോൺട്രാക്ട് ഫോർ ഡിഫറൻസ് എന്ന് പറയും. ആ ഒരു കോൺട്രാക്റ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഈ കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എക്സ്പയറി ഇല്ല. നമ്മളിപ്പോൾ ഫ്യൂച്ചേഴ്സ് ആണ് ഓപ്ഷൻ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന വീക്ക് അല്ലെങ്കിൽ ഇന്ന മന്ത് അതിനൊരു എക്സ്പയറി ഉണ്ട്. പക്ഷെ അതിന് എക്സ്പയറി ഇല്ല, ഈ CFDക്ക് എക്സ്പയറി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ട്രേഡ് ചെയ്യുന്നത്. അത് US പ്രാക്ടീസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഒരു കോൺട്രാക്റ്റാണ്. അതാണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിവിടെ ഇന്ത്യയിൽ ലീഗലാക്കിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിൽക്കേണ്ട ഫോറിൻ എമൗണ്ടുകളുണ്ടല്ലോ അത് ഫോറിൻ കൺട്രിയിലോട്ട് ഫ്ലോ ആവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഫോറക്സ് റിസർവിനെ ആയിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്താ പറയുക ഇന്ത്യയിൽ ഇതിനെ പ്രോപ്പറായി ലീഗലൈസ് ചെയ്യാത്തത്, ഒരു സെൻട്രലൈസ്ഡ് ബോഡി ഇതിലോട്ട് കൊണ്ടുവരാത്തത്. പിന്നെ അത് മാത്രമല്ല ചെറിയ ക്യാപിറ്റലിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇത് ഗാംബ്ലിംഗ് മോഡിലോട്ടും അതേപോലെ തന്നെ കുറേ റിസ്കിലോട്ട് ഇതിങ്ങനെ കയറി അങ്ങ് പോകും. അപ്പം ഇന്ത്യൻ ഒരു എന്താ പറയുക ട്രഡീഷണൽ ഇന്ത്യൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരാൾ വന്ന് മാർക്കറ്റിലോട്ടൊന്ന് ഗാംബിൾ ചെയ്യാൻ പാടില്ല,
പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് മറ്റുള്ളവന് മനഃപൂർവ്വം ഒരു ലോസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതിനെ പ്രോപ്പർലി എന്താ പറയുക ലീഗലൈസ് ചെയ്യാത്തത്. ഞാൻ ശരിക്കും അതാണ് നെക്സ്റ്റ് ചോദിക്കാൻ വെച്ചാൽ, ഈ ഒരു ലൈൻ ഉണ്ട്, ഒരു തിൻ ലൈൻ ആണല്ലോ, അതായത് ഗാമ്പിളും സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ട്രേഡും തമ്മിൽ ചെറിയൊരു ലൈനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നിതിൻ സാറിൻ്റെ ഒരു വ്യൂവിൽ ആ ഒരു ലൈൻ എപ്പോഴാണ് ക്രോസ് ആവുന്നത്? വാട്ട് ഓൾ മിസ്റ്റേക്സ് ഡു ട്രേഡർ ഡു വെൻ ഹി ക്രോസസ് ദാറ്റ് ലൈൻ? എവിടെയാണ് അത് ക്രോസ് ആവുന്നത്? ഇപ്പം ഒരാൾക്ക് വേണമെങ്കിൽ 10 ട്രേഡ് ഒരു ദിവസം എടുക്കാം, ഒരാൾക്ക് വേണമെങ്കിൽ 1 ട്രേഡ് ഒരു ദിവസം എടുക്കാം, ഒരാൾക്ക് 100 ട്രേഡ് ഒരു ദിവസം എടുക്കാം. ഈ ട്രേഡുകളൊക്കെ ഇപ്പോൾ ഒരാൾ 100 ട്രേഡ് ഒരു ദിവസം എടുത്തു എന്ന് വിചാരിച്ചോ, ആ ഒരു പെർട്ടിക്കുലർ ട്രേഡ് ഇപ്പം ഞാനൊരു ഗോൾഡിൽ ഒരു ബൈ പൊസിഷൻ എടുത്തു, $1000 എൻ്റെ ക്യാപിറ്റൽ, ഞാൻ അതിലൊരു ബൈ പൊസിഷൻ എടുത്തു. ആ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് $10 ആണ്. $10 മുകളിലോട്ട് ഞാൻ ലോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ആ പെർട്ടിക്കുലർ പൊസിഷൻ ഞാൻ എക്സിറ്റ് ആയി ഒഴിവാവുകയാണെങ്കിൽ ഞാൻ ട്ഡിസിപ്ലിൻഡ് ട്രേഡാണ്, അത് ഗാംബ്ലിംഗ് ആയിട്ട് വരില്ല. ഈ 100 ട്രേഡ് ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഗാംബ്ലിംഗ് അല്ല. ഗാംബ്ലിംഗ് എപ്പോഴാണ് വരുന്നത്? നമ്മളൊരു പൊസിഷൻ എടുത്തു, ആ പൊസിഷൻ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുക, SL ഇല്ല, അതിന് SL ഇല്ല, TP ഇല്ല എന്ന് വിചാരിച്ചോ, അൺപ്രൊട്ടക്റ്റഡ് ഒരു പൊസിഷൻ നമ്മൾ കയറിയിരിക്കുക. അത് പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ $1000 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന സംഭവം ഇത് ലോസിലോട്ട് പോകുമ്പോൾ എവിടം വരെയും പോവാം, മാക്സിമം $1000 വൈപ്പ് ഔട്ട് ആവുന്നവരെയും പോവാം അല്ലേ? അതല്ലെങ്കിൽ എനിക്ക് എന്താ ഓപ്ഷൻ ഉള്ളത്? ഇതിൻ്റെ മാക്സിമം $10 ഞാൻ ലോസ് കാണുന്ന സമയത്ത് ഈ പൊസിഷൻ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയി ഞാൻ മാറണം. ആ ലോസ് ഈ പെർട്ടിക്കുലർ ട്രേഡ് എൻ്റെ വ്യൂവിനനുസരിച്ച് പോയിട്ടില്ല, ഈ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ട ലോസ് ആണ്. റിയാലിറ്റി മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് മാറുന്ന ട്രേഡ്സ് ഒരിക്കലും ഗാംബ്ലിംഗ് ഫോർമാറ്റിലോട്ട് പോകില്ല. അതിപ്പോൾ ഒരു ട്രേഡാണ് എടുക്കുന്നത്, 10 ട്രേഡാണ് എടുക്കുന്നത്, 100 ട്രേഡ് എടുത്താലും ഇഫ് വി ഹാവ് പ്രോപ്പർ SL പെർട്ടിക്കുലർ ആ ഒരു പെർട്ടിക്കുലർ ട്രേഡിന് ആ പ്രോപ്പർ SL ഉണ്ടെങ്കിൽ that doesn't count as an gambling. ഓക്കെ. അതല്ലാണ്ട് ഇങ്ങനെ ചെറിയ എമൗണ്ട് ഇട്ട് ചില ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളിപ്പം ഈ ആഫ്രിക്കൻസിൻ്റെ ഒക്കെ ഫോറക്സിൽ വീഡിയോസ് ചിലപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. $10 ഇട്ടിട്ട് അല്ലെങ്കിൽ $5 ഇട്ടിട്ട് അവരിങ്ങനെ ട്രേഡ് ചെയ്ത് അത് ചിലപ്പോൾ നമുക്ക് കാണാം. അത് ചിലപ്പോൾ അത് $1000 ആക്കും, അല്ലെങ്കിൽ $10,000 ആക്കും. അത് ഗാംബ്ലിംഗ് ആണ്, മനസ്സിലായോ? അത് അവരുടെ ഒരു കൺവിക്ഷൻ. അവർക്ക് ആയിപ്പോഴും പോയപ്പോൾ എത്രയായിരിക്കും, $10 ആയിരിക്കും പോകുന്നത്. അത് ഗാംബ്ലിംഗ് ആയിട്ട് കൂട്ടാമെന്ന് വെച്ചാൽ നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമുക്ക് ഗാംബ്ലിംഗ് ആയിട്ട് കൂട്ടാം, പക്ഷെ അവരുടെ കൺവിക്ഷനിൽ അത് ഗാംബ്ലിംഗ് അല്ല. $10,000 വരെ പോയേക്കാം. $10,000 ഇൻവെസ്റ്റ് ഉള്ളത് ചിലപ്പോൾ $1000 അവർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 10,000x അതിൽ പ്രോഫിറ്റാണ് വരുന്നത്, മനസ്സിലായോ? അത് ഗാംബ്ലിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മൾ $1000 ഇട്ട് നമ്മൾ ഇങ്ങനെ ട്രേഡ് ചെയ്ത് $1000 അടിച്ചു കളയുകയാണെങ്കിൽ അത് ഗാംബ്ലിംഗ് ആയിട്ട് ഉള്ള കാറ്റഗറിയിലോട്ട് വരാം. അപ്പം ആ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യുന്നത് നമ്മുടെ അത് ഓട്ടോമാറ്റിക്കലി ആയി പോവുക. അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇന്ന് ഗാംബിൾ ചെയ്യണം എന്നുള്ള ഫോർമാറ്റ് വന്നിട്ട് ചെയ്തു പോകുന്ന സാധനങ്ങളൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അഫക്റ്റഡ് ആയിട്ട് അത് പോകുന്ന കാര്യങ്ങൾ. അത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിൽ ഡിസിപ്ലിൻ ഉണ്ട്, ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇല്ല അപ്പടെ ഉള്ള ഓപ്ഷൻ. പിന്നെ നിതിൻ്റെ കൂടി ചോദിക്കാനുള്ളത്, അതായത് ഒരു ബിഗിനർ മാർക്കറ്റിൽ വരുന്ന സമയത്ത്, അതായത് ഫോറക്സ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് ബ്രോക്കറാണ് ചൂസ് ചെയ്യേണ്ടത്? അതേപോലെ ഏത് ഫണ്ടഡ് അക്കൗണ്ട് ആണ് ചൂസ് ചെയ്യേണ്ടത്? ഏത് രീതിയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ലോങ് ടേമിലേക്ക് പോകാൻ പറ്റുക എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ആൻസർ? ബ്രോക്കർ, ഫണ്ടഡ് അക്കൗണ്ട്സ്, ഇത് രണ്ടും ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ട് വരുന്ന ടെർമിനോളജികൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് വരുന്ന ടെർമിനോളജികൾ, ഫോറക്സിൻ്റെ കുറേ ടെർമിനോളജി, പിപ്സ് എന്താണ്, പിപ്പറ്റ്സ് എന്താണ്, സ്പ്രെഡ് എന്താണ്, സ്ലിപ്പേജ് എന്താണ്, കമ്മീഷൻ എന്താണ്, സ്വാപ്പ് എന്താണ്, മേജർ കറൻസീസ് എന്താണ്, മൈനർ കറൻസീസ് എന്താണ്, കോറിലേഷൻ എന്താണ്, റെഡ് ഫോൾഡർ ന്യൂസ് എങ്ങനെയാണ് ഈ കറൻസീസിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ചില സമയത്ത് നോക്കുന്ന സമയത്ത് 6 മണിക്ക് ചില ന്യൂസുകൾ, US-ൻ്റെ ന്യൂസുകൾ വരും. ഗോൾഡൊക്കെ സ്പോട്ടിലായിരിക്കും എന്താ പറയുക കയറുന്നത് ഇറങ്ങുന്നതൊക്കെ. നമ്മളത് എന്തുകൊണ്ടാന്ന് നമ്മൾ അറിയണം, മനസ്സിലായി? അതിൻ്റെ ബാക്കിൽ കുറേ ഗെയിമുകളുണ്ട്. ഇതെന്താ നമ്മൾ അറിയണം. അതുകൊണ്ട് ആദ്യത്തെ ഒരു ബിഗിനർ വരുന്ന സമയത്ത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബേസിക് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ബേസിക് ടെർമിനോളജികൾ ആദ്യം പഠിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. വൺസ് എന്തൊക്കെയാണ് ഈ സംഭവം എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നെക്സ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അടുത്തത് ക്യാപിറ്റലോ ബ്രോക്കർ ചൂസ് ചെയ്യുന്നതോ ഫണ്ടഡ് അക്കൗണ്ട് ചൂസ് ചെയ്യുന്നതോ അല്ല നെക്സ്റ്റത്തെ കടമ്പ എന്ന് പറയുന്നത്. നെക്സ്റ്റത്തെ കടമ്പ എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സൈക്കോളജി, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാനൊരു ട്രേഡ് എടുത്തു, ഒരു $100 ഇട്ടിട്ട് ഞാനൊരു ട്രേഡ് എടുത്തു. ആ ട്രേഡിൽ എത്രയാണ് ഞാൻ എനിക്ക് ലൂസ് ചെയ്യാൻ, അത് എത്ര റിസ്ക് ആണ് ഞാൻ എടുക്കുന്നത്, ആ റിസ്കിനനുസരിച്ച് ഞാൻ എത്ര ക്വാണ്ടിറ്റിയാണ്, എത്ര ലോട്ട് സൈസാണ് ഞാൻ എൻ്റർ ചെയ്യേണ്ടത്, മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ റിസ്ക് മാനേജ്മെൻറ്റ്, അതായത് നമ്മൾ മണി
മാനേജ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ മാനേജ് ചെയ്യേണ്ടത് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്തെ കടമ എന്ന് പറയുന്നത് അങ്ങനത്തെ റിസ്ക് മാനേജ്മെൻറ്റ്, സൈക്കോളജി, മണി മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ അലൊക്കേഷൻ, സ്കെയിലിംഗ് അപ്പ്, നമ്മൾ ക്യാപിറ്റൽ സ്കെയിൽ അപ്പ്, ഇതെപ്പോൾ നമ്മൾ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഫോർമുലാസ് ഉണ്ട്. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാവും. അതിൻ്റെ ബേസിസിൽ രണ്ടാമത്തെ കടമ്പ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കടമ്പയിലോട്ട് നമ്മൾ പോകുള്ളൂ. ഏത് ബ്രോക്കർ ചൂസ് ചെയ്യണം, ഏത് ഫണ്ടഡ് അക്കൗണ്ട് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ബ്രോക്കർ ചൂസ് ചെയ്ത് ബ്രോക്കറിലോട്ട് $100 ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയത്തില്ല. $100 വൈപ്പ് ഔട്ട് ആയി പോകും 100%. അത് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഭാഗ്യമുള്ള ആളാണെങ്കിൽ മാത്രമേ ഈ $100 സസ്റ്റെയിൻ ചെയ്തിട്ട് ഒരു $200 അല്ലെങ്കിൽ അതിൻ്റെ 10% പ്രോഫിറ്റിലോട്ടോ പോകത്തുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും പഠിക്കാണ്ട് ഒരിക്കലും ഡയറക്റ്റ്ലി പോയിട്ട് ഫണ്ടഡ് അക്കൗണ്ട് എടുത്താലോ മറ്റേ ബ്രോക്കർ ചൂസ് ചെയ്താലോ നമ്മുടെ ക്യാപിറ്റൽ ലോഡ് ചെയ്താലോ അത് സസ്റ്റെയിൻഡ് ആവത്തില്ല. ഇതാണ് ഈ ഒരു സ്റ്റേജ്. ആദ്യം ബേസിക്സ് പഠിക്കുക, ഫൗണ്ടേഷൻ പഠിക്കുക. രണ്ടാമത്തത് റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ അലൊക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. മൂന്നാമത് നമ്മൾ എന്താ പറയുക, ബ്രോക്കേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുക, ഫണ്ടഡ് അക്കൗണ്ട്സ് നമ്മൾ ചൂസ് ചെയ്യുക. ഈ ബ്രോക്കേഴ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ പല രീതിയിലുള്ള ഫോർമാറ്റുകളുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുക, പേ ഔട്ടുകൾ, നമ്മുടെ പ്രോഫിറ്റുകൾ എടുക്കുന്നത്, തരുന്നത്, ആ ട്രാൻസ്പെറൻസി ഉള്ള ബ്രോക്കറുകൾ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ലൈസൻസിങ് കാര്യങ്ങളും നോക്കി പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇതിൻ്റെ തന്നെ ബ്രോക്കേഴ്സിൽ തന്നെ പല ജൂറിഡിക്ഷൻസ് ഉണ്ട്. ഏറ്റവും ഇതായിട്ട് വരുന്ന ബ്രോക്കേഴ്സാണ് US ലൈസൻസ്ഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെന്യൂൻ ബ്രോക്കേഴ്സ് ആയിരിക്കും. മറ്റ് ബ്രോക്കേഴ്സ് ജെന്യൂൻ അല്ല എന്നുള്ളത് ഞാൻ പറയണേ. പക്ഷേ ഇതിൻ്റെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാരണം ഇവരെന്താ പറയുക, ചില ബ്രോക്കേഴ്സ് പോയിട്ട് സൈപ്രസ്, മറ്റേ മൗറീഷ്യസ്, ഇങ്ങനത്തെ ഐലൻഡിൽ ഇവരുടെ പോയി രജിസ്ട്രേഷൻസ് എടുക്കും. അത് ആ ഒരു എക്സിക്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഫോർമാറ്റാണ്, മനസ്സിലായോ? അപ്പം അങ്ങനെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ലൈസൻസിങ് നമ്മൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് പ്രോഫിറ്റ്, ഇപ്പം ഒരാളെ ബ്രോക്കർ നമ്മൾ ചൂസ് ചെയ്യണ, ആ ബ്രോക്കറിൽ നമുക്കൊരു കോൺടാക്ട് പേഴ്സൺ ഫസ്റ്റ് ഓഫ് ഓൾ വേണം. ഇൻ കേസ് നമ്മൾ ക്യാപിറ്റൽ ഇട്ട് ആ ക്യാപിറ്റൽ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും, ചില സമയത്ത് ഫ്രീസിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഊരിയെടുക്കാനുള്ള ഒരു കോൺടാക്ട് പേഴ്സൺ ബ്രോക്കറിൽ വേണം. അങ്ങനെ ഒരു ബ്രോക്കർ നമ്മൾ പ്രോപ്പർലി ചൂസ് ചെയ്യുക. ഞാൻ ഇന്ന പേരൊന്നും പറയുന്നില്ല. അതിപ്പം കുറേ ഇഷ്ടംപോലെ ഇപ്പം ബ്രോക്കേഴ്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ബ്രോക്കർ ചൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത് ഫണ്ടഡ് അക്കൗണ്ട്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്സ് ഇതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ് തരുന്ന ബ്രോക്കേഴ്സ്, അങ്ങനത്തെ പ്രൂവൻ ഹിസ്റ്ററീസ് ഉള്ള ഫണ്ടഡ് അക്കൗണ്ട്സുകൾ ചൂസ് ചെയ്യുക, ഫണ്ടഡ് ഫേംസുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, അങ്ങനെ നമുക്കിത് അല്ലാണ്ട് ഇതിൽ 100% ഇന്ന എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന സാധനമാണ്. ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ എവിടെയും പോയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് തിരിച്ച് മേടിക്കാൻ പറ്റത്തില്ല. എവിടെയും പോയിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം സൈബർ സെല്ലോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ നമുക്കൊരു പരിധി വരെ ഇതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഏറ്റവും നമ്മുടെ കയ്യിലിരിക്കും, നമ്മൾ പ്രോപ്പർ അനലൈസ് ചെയ്ത് നമുക്കൊരു കോൺടാക്ട് പേഴ്സൺ അതിലുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർലി എടുത്ത് ചെയ്തേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്കെയിലപ്പിൻ്റെ കാര്യം പറഞ്ഞു നേരത്തെ. നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവരാണ് ട്രേഡിങ്ങിൽ വേണ്ടതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ടുള്ളൊരു ട്രെൻഡാണ്. അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റുള്ളതിലാണെങ്കിലും യാട്ടിൽ പോയിരുന്നിട്ട് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ട്രേഡ് ചെയ്യുക. എന്നിട്ട് അത് യൂത്തിനൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവം കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ റിസൾട്ടായിട്ട് വരുന്ന ഒരു കാര്യം, കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം, ഒരു കല്ലെടുത്ത് മോൾക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ബിടെക്കാരനെ ബികോമാരനെ തലയിലാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രേഡറെ തലയിലാണ് വീണ്. അപ്പോൾ എല്ലാവരും ട്രേഡറാ. അപ്പോൾ എല്ലാവരും ട്രേഡർ ആവാനൊരു കാരണമാണല്ലോ. അത് ഇവർക്ക് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹോപ്പ് കൊടുത്തതുകൊണ്ടാണോ, അതോ ശരിക്കും ആ ഫാൻസി കാര്യങ്ങളൊക്കെ അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണോ ഒരു ഫോറക്സ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം? ഉറപ്പായിട്ടാണ്. ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമുക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണല്ലോ. ഈ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് യാറ്റിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നതായിരിക്കും, മറ്റേ പ്രൈവറ്റ് ജെറ്റിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേ മൊണോക്കോയിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണുന്നത്. പക്ഷെ അവരുടെ ഏർലി സ്ട്രഗ്ലിംഗ് സ്റ്റേജസ് അവർക്കുണ്ട്. പൈസ പോയിൻ്റെ, വൈപ്പ് ഔട്ട് ആയതിൻ്റെയും അതിൻ്റെ ബാങ്ക്രപ്റ്റിൻ്റെയും എഡ്ജിൽ നിന്ന് തിരിച്ച് പിടിച്ച് കയറി വന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ ഇപ്പം നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ബിസിനസ് തുടങ്ങി ബാങ്ക്രപ്റ്റായി അവിടെ നിന്ന് തിരിച്ച് ലക്ഷങ്ങളും കോടികളും നല്ലൊരു നെറ്റ്വർത്ത് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അതേപോലെ തന്നെ ട്രേഡിങ്ങിലുണ്ട്. അത് ആക്ച്വൽ ഫാക്റ്റാണ്. ആ ഒരു സംഭവം, ആ ഒരു മോട്ടിവേഷൻ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. കാരണം ഇത് കണ്ട് ഞാൻ ഇന്നൊരു $100 ഇട്ട് ഞാനത് $1000 ആക്കി, എന്നിട്ട് ഞാൻ അത് നടക്കൂല, അങ്ങനെ നടക്കൂല. അത് എന്താ പറയാ, അത് തെറ്റായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എടുക്കലായി പോകും. അതായത് പതുക്കെ ഞാൻ ഡിസിപ്ലിൻഡ് ആണ്, ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് ഞാൻ എടുക്കുന്ന ട്രേഡുകളും പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളല്ല. ആരെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഇൻഫ്ലുവൻസർ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇൻഫ്ലുവൻസർ
എന്നുള്ള ഫോർമാറ്റ് ഉണ്ടല്ലോ. ഇത് വേണമെങ്കിൽ എല്ലാവർക്കും ആവുമല്ലോ ഇൻഫ്ലുവൻസർ. ഇപ്പം ബ്രോയ്ക്കോ നിങ്ങൾക്കോ മാത്രമല്ല ഇൻഫ്ലുവൻസർ ഒരു തസ്തികയിലോട്ട് കയറാൻ പറ്റുന്നത്. ആർക്ക് വേണമെങ്കിലും ആവാം. ഇന്ന് ചുമ്മാ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഫോണൊന്ന് തിരിച്ചു വെച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്കാർ കേൾക്കാൻ താല്പര്യമുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ അത് കത്തും, ഇൻഫ്ലുവൻസർ ആവും. അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള നമ്മുടെ തീരുമാനമാണ്, അല്ലേ? അപ്പം നമ്മൾ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നേക്കാളും അവരവിടെ യാച്ചിൽ പോയി അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പൈസ ഉണ്ടായിരിക്കുമല്ലോ. ഒന്നും ഇല്ലാണ്ട് അവർ പോയി അവിടെ ഇരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അവിടെ പൈസ ഉണ്ട്, അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുപോലെ ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, കുറച്ച് കഷ്ടപ്പാട് എടുക്കും, കുറച്ച് സാക്രിഫൈസ് ചെയ്യും, കുറേ ട്രോമകൾ നമ്മൾ ഫേസ് ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലോട്ട് എന്തായാലും എത്തുകയൊക്കെ ചെയ്യും നമ്മൾ. ഓക്കെ. ഈ ഫോറക്സ് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ വേണ്ടിയിട്ട് ഒരു എത്ര പീരീഡ് എടുക്കും? 1 ഇയർ അല്ലെങ്കിൽ 3 മന്ത്? അതും അങ്ങനെ എനിക്ക് ഒരു ഇന്ന നമ്പർ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഓരോ ആൾക്കാരുടെ എന്താ പറയുക ഗ്രാസ്പിംഗ് പവർ പോലെ ഇരിക്കും, റിസ്ക് ടേക്കിംഗ് പവർ പോലെ ഇരിക്കും. ഇപ്പം ഞാൻ ഏകദേശം ഒരു 2-3 വർഷം എടുത്തു എനിക്ക് പ്രോപ്പർലി ഇതൊന്ന് സസ്റ്റെയിൻ ആവാമെന്ന്. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കും മുറിക്കൊക്കെ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ പ്രോപ്പർലി ഞാൻ എന്താ പറയുക സസ്റ്റെയിൻഡ് ആയിട്ട് എനിക്കൊരു പ്രോഫിറ്റ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ എനിക്ക് നല്ലൊരു ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു, കുറേ സാക്രിഫൈസസ് ഞാൻ ചെയ്യേണ്ടി വന്നു, കുറേ ഞാൻ അതിൻ്റെ ബാക്കിൽ ഓടേണ്ടി വന്നു. മനസ്സിലായോ? അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്കിപ്പോൾ നല്ല രീതിയിലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബാക്ക് ഹോം ഉണ്ട്, എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ പേടിക്കേണ്ട, എനിക്ക് റിസ്ക് എടുക്കാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ ഇനീഷ്യലി തുടങ്ങിയത് ചെറിയൊരു സാലറി, വളരെ ചെറിയൊരു സാലറി വെച്ചിട്ടായിരുന്നു, 10K ഫിഗറിന് നിയർ ബൈ വരുന്ന സാലറി വെച്ചിട്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് അവിടെ എടുക്കാൻ പറ്റുന്ന റിസ്ക് ഡിഫറെൻറ്റാണ്. അർഷാദ് ബ്രോയ്ക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ അർഷാദ് ബ്രോയ്ക്ക് ഒരു 1 lakh ഒക്കെ റിസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് കയറി പോവാം. കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എവിടെ വരുന്നത്? നമ്മുടെ ബാക്കിൻ്റെ ശരിയാണെങ്കിൽ ആ കോൺഫിഡൻസ് വരത്തുള്ളൂ ഈ ഒരു കാര്യത്തിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കി അങ്ങ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇന്ന ടൈം എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു 3 month കൊണ്ട് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 1 year കൊണ്ട് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 10 years ആയിട്ട് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് തന്നെ കുറേ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. കുറേ നാളായിട്ട് സ്ട്രഗിൾ ചെയ്ത് ലോസിൽ പോയി വാഷ് ഔട്ടായി വൗട്ടായി ലാസ്റ്റ് പിന്നെ ഒരു 10 years ഒക്കെ കഴിഞ്ഞ് പ്രോഫിറ്റബിൾ ആയ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് തന്നെ ഉണ്ടല്ലോ. അത് 1 വർഷം കഴിഞ്ഞിട്ട് ഇതായ ആൾക്കാരുണ്ട്, 3 മാസം കഴിഞ്ഞിട്ട് പ്രോഫിറ്റബിൾ ആയ ആൾക്കാരുണ്ട്. അപ്പം അത് ഡിഫറെൻറ്റ് തസ്തികയാണ്. നമ്മൾ എത്രത്തോളം എന്താ പറയുക എഫേർട്ട് അതിന് വേണ്ടി ഇടുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളതിനെ ഒരു സീരിയസ് ആയിട്ട് കാണുന്നു എന്നതിൻ്റെ മേലിൽ ഡിപ്പെൻഡ് ആയിരിക്കും എത്ര പെട്ടെന്ന് നമ്മൾ ഇതിലൊരു സക്സസ് കണ്ടുപിടിക്കും എന്നുള്ളത്. ഇപ്പോൾ ട്രേഡിങ്ങിലാണെന്നുണ്ടെങ്കിലും ഫോറക്സിലാണെങ്കിലും പല മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റ് അടക്കം കുറേ ആൾക്കാരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ന്യൂസുകളിലൊക്കെ വരുന്നത് ഒരു സ്കാം, ഇവർ പറ്റിക്കപ്പെട്ടു, ട്രേഡിങ്ങിൻ്റെ പേരിൽ പറ്റിക്കപ്പെട്ടു, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടാന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെട്ടു. അങ്ങനത്തെ എന്തെങ്കിലും സ്കാമുകൾ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ? ഇന്ത്യയിൽ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ടോ? ആൾക്കാർ സ്കാമുകൾ ഇപ്പം ഏത് ഫീൽഡ് ആയിക്കോട്ടെ സ്കാമുകളുണ്ട്. ഇപ്പം ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവിടെയും സ്കാംസ് ഉണ്ടല്ലോ. മനസ്സിലായോ? ഇപ്പം വേറെ എന്ത് ജ്വല്ലറി എടുക്കുകയാണെങ്കിൽ അവിടെയും സ്കാം ഉണ്ടല്ലോ. വേറെ എന്ത് ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്കാമുകൾ എന്നുള്ളത് അതിനിപ്പോൾ എന്തൊക്കെ ഒരു ലൂപ്പുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ സ്കാം ഉണ്ട്. അതുപോലെ തന്നെ ഫോറക്സിന് സ്കാംസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൽഗോ വെച്ച് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, കുറേ എന്താ പറയുക പ്രോഫിറ്റ്സ് ഒക്കെ കാണിച്ചിട്ട് അട്രാക്ട് ചെയ്യുന്ന കുറേ സോഫ്റ്റ്വെയറുകളുണ്ട്, ആപ്പുകൾ. പണ്ടത്തെ ഒരു MTF എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അത് ഈ എന്താ പറയുക ആൽഗോ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നു. ഇനീഷ്യലി ഇട്ട ആൾക്കാർക്കൊക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അത് അതിൽ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞ് പിന്നെ ഇട്ട ആൾക്കാർക്ക് അതിൽ ലോസസ് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ കുറേ ഇതുണ്ട്. പക്ഷെ അത് നമ്മുടെ ഇഷ്ടമാണ്. ഇത് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് അത് ചെയ്യരുത്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് സ്കാം എന്ന് പറഞ്ഞാലും ആൾക്കാരത് പോയി ട്രൈ ഔട്ട് ചെയ്യും. കാണുമ്പോൾ നമുക്കൊന്ന് കൈയൊന്ന് വെച്ച് എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു കൊറോണ ടൈം ഉണ്ട്, ഭയങ്കര പോപ്പുലർ ആയ സംഭവമാണ് കുറേ അധികം MLM പ്ലാൻസുകൾ. അപ്പോ MLM പ്ലാൻസ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയ എത്ര പേരുണ്ട്? കുറേ അധികം പേരുണ്ട്. ഇഷ്ടംപോലെ അല്ലേ? MLM പ്ലാൻ വെച്ച് പൈസ ഉണ്ടാക്കിയ കോടീശ്വരമായ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ പൈസ പോയ ആൾക്കാരുണ്ട്. നാണം കെട്ട് പണിയെടുത്ത് ഒരാളെ കൺവിൻസ് ചെയ്ത് വീഴ്ത്തി MLM-ൽ കയറ്റി ചെയ്തവനാണെങ്കിൽ ആ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പോയി സംസാരിക്കൂല, എനിക്ക് അവനെ കൺവിൻസ് ചെയ്യാൻ പറ്റൂല എന്ന് മടിച്ചു ചെയ്യുന്ന ആൾക്കാർ പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഓപ്ഷൻസ് ആയില്ല. ഞാൻ അതിനെ എന്താ പൂഴ്ത്തി പറയുന്നൊന്നുമല്ല, പക്ഷെ
പൈസ ഉണ്ടാക്കാൻ ഓപ്ഷൻസ് അവിടെ ആയാലും ഇവിടെ ആയാലും എവിടെ ആയാലും ഉണ്ട്. നമ്മളത് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അതിൽ ഇതുള്ളത്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമുക്കതിന് പ്രത്യേകിച്ച് വർക്കൗട്ടൊന്നും ചെയ്യാൻ നമുക്ക് താല്പര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ പൈസ ഉണ്ടാക്കൂല. അതല്ല ഞാൻ ഇതിൽ നിന്ന് ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അടങ്ങുന്ന ഒരു വാശി നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ പൈസ ഉണ്ടാക്കും. ആ ഒരു ഇതാണ്. അല്ലാണ്ട് നമുക്ക് അതിനിങ്ങനെ കാറ്റഗറൈസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോറക്സിന് ഒരുപാട് ഉണ്ട്. വളരെ ചെറിയ ഫീസിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, വളരെ വലിയ ഫീസ് മേടിച്ചിട്ട് ഇത് മാത്രം ഞങ്ങളതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇവരും പറയുന്നത് ഞങ്ങളതാണ് ബെസ്റ്റ് എന്നല്ല. ഇതൊന്നും അല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു കോൺട്രാസ്റ്റ് എന്താണ്, അതിൽ വരുന്നൊരു ഡിഫറൻസ് എന്താണ് ശരിക്കും? വാട്ട് ഡു യു തിങ്ക് മേക്സ് ദം ഡിഫറെന്റ്? ഏറ്റവും അടിപൊളിയായിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. MBA സ്കൂൾസ്. MBA ക്രൈസ്റ്റിലെ ഞാൻ എൻ്റെ BBA ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്തത് ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അവിടെ ഒരു വർഷം ഫീസ് മാത്രം 1.5 ലക്ഷം രൂപയുണ്ട്. ഫീസ് മാത്രം 1.5 ലക്ഷം രൂപയുണ്ട്. അതേസമയം എൻ്റെ നാട്ടിലുള്ള വേറൊരു കോളേജുണ്ട്. ആ കോളേജിൽ ഈ സെയിം സാധനം പഠിക്കാൻ BBA കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഒരു വർഷം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് 25,000 ഉള്ളൂ. അതേപോലെ തന്നെ വേറെ ഗവൺമെൻറ് സ്കൂൾസുകളുണ്ട്. ഇത്രയും പോലും പൈസ ആവില്ല. സ്കോളർഷിപ്പിൽ കയറുന്ന, മെറിറ്റിൽ കയറുന്ന കുറേ ആൾക്കാരുണ്ട്. 5-10 രൂപയ്ക്ക് വേണ്ടി ആണെങ്കിൽ ആ ഒരു വർഷം കംപ്ലീറ്റ് ആ ഒരു ഫീസിൽ കംപ്ലീറ്റ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താ? നമുക്ക് ഓരോ സ്ഥലത്തു നിന്നും കിട്ടുന്ന കണക്ഷൻസ്, നെറ്റ്വർക്ക്സ്, ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു വിഷന്, സർവീസസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഇതൊക്കെ ഡിഫറെൻറ്റാണ്. ഓരോ കോളേജിലും ഡിഫറെൻറ്റാണ് അല്ലേ? അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻലി ചെയ്യുന്നത് അവിടെ ബ്രോക്കേഴ്സ് ആയിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ചെറിയ പൈസയ്ക്ക് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വാഭാവികമായിട്ടൊരു ഓഫ്ലൈൻ കോഴ്സ് നമ്മളിപ്പോൾ കൊച്ചിയിൽ നമ്മൾ റൺ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഇൻഫ്ര ഉണ്ട് അല്ലേ? ഒരു നല്ലൊരു ഓഫീസ് വേണം, അവിടെ സ്റ്റുഡൻസിന് വന്നിരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണം, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് വേണം, അത് പ്രോപ്പറായിട്ട് വേണം. അതിനുള്ള എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഫീസുകൾ ഇവർ ചാർജ് ചെയ്യണം അല്ലേ? ഇപ്പം സൈലം പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇവിടെ 2-3 വർഷം കൊണ്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ അതിൻ്റെ ബാക്കിൽ അവർ ഇൻപുട്ട് ചെയ്ത കുറേ ക്യാപ്സ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം സൈലത്തിൻ്റെ ഒരു 3,000-4,000 കോടി റവന്യൂ വരുന്നെങ്കിൽ അതിലാപ്പടെ അവരുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 30-40 കോടി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അത്രയും സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ അവർ ഒരിക്കലും എന്താ പറയുക, ഇതിന്ന് ഫീസ് മേടിച്ചിട്ട് ആ ഫീസ് വെച്ചിട്ട് ഇവർ വലിയ ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ല ഇതിൽ വരുന്നത്. ഇത് ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ടൈമിനാണ് ഇവർ ഈ ഫീസ് ചാർജ് ചെയ്യുന്നത്. ഇപ്പം അനന്തുവിൻ്റെ ഒരു ക്ലാസ്സിന് സൈലത്തിൽ ചാർജ് ചെയ്യുന്ന ഡിഫറെൻറ്റ് എമൗണ്ട് ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പോയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതുപോലെ ആയിരിക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. ഇപ്പം ഹൈലി പ്രോഫിറ്റബിൾ ആയി പോകുന്ന ഒരാൾ, പുള്ളി നാളെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പുള്ളി ഒരിക്കലും പോയി 10,000 ചെയ്യൂലല്ലോ. പുള്ളി അവിടെ 1 ലക്ഷമെങ്കിലും മിനിമം പുള്ളിയുടെ ഒരു ക്ലാസ്സിന് പുള്ളി മേടിക്കും. കാരണം പുള്ളി അത്രയും നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു നോളേജാണ്. ആ നോളേജ് ഷെയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പുള്ളിയുടെ ടൈം, പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളിയുടെ അസിസ്റ്റൻസ്, ഗൈഡൻസ്, മെൻറ്റർഷിപ്പ്, ഇതിനാണ് ആൾക്കാർ അവിടെ ചാർജ് ചെയ്യുന്നത്. സോ അത് നമ്മൾ മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാരുടെയും ഒരു എന്താ പറയുക, ഒരു താല്പര്യമാണ് ഏത് ചൂസ് ചെയ്യണം, മറ്റേത് ചൂസ് ചെയ്യണോ, അതോ നോ കോസ്റ്റിൻ്റെ, അതായത് ഫീസ് ഒന്നും ഇല്ലാത്ത കോഴ്സ് ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ 50,000-1 ലക്ഷം കൊടുത്ത് പഠിക്കുന്ന കോഴ്സ് ചൂസ് ചെയ്യണോ എന്നുള്ളത് ഡെഫിനറ്റ്ലി സ്റ്റുഡൻസിൻ്റെ റിക്വയർമെൻറ്റ് ബേസിസിലാണ് അത് വരുന്നത്. വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ഒക്കെ സമയത്ത് നമ്മൾ യൂട്യൂബ് നോക്കി പഠിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ കണ്ടന്റുകൾ അവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നമുക്ക് ജനറൽ നോളജ് കിട്ടും. പിന്നെ നമ്മൾ ചൂസ് ചെയ്താൽ മതി വേണമെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം നമുക്ക് അന്നേരം. പിന്നെ സ്ട്രാറ്റജി ഒക്കെ ഒരു പരിധി വരെ നമ്മളിതിൽ വർക്ക് ആവത്തുള്ളൂ. സ്ട്രാറ്റജി ഞാൻ പറഞ്ഞല്ലോ, സ്ട്രാറ്റജി 20% മാത്രമേ ഇതിൽ വരത്തുള്ളൂ. ബാക്കി 50% നമ്മുടെ റിസ്ക് മാനേജ്മെന്റ്, സൈക്കോളജി ഇതിൽ വരുന്നത്. പിന്നെ ബാക്കി വരുന്ന വെച്ചാൽ നമ്മൾ പ്രോപ്പർലി എത്രത്തോളം മണി മാനേജ്മെന്റ് നമ്മൾ ചെയ്തു, ഇതിലോട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതിൽ സക്സസ് ആവണമെങ്കിൽ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി, പിന്നെ അങ്ങ് കയറി പൊക്കോളും. നേരത്തെ ഇവിടെ വന്നിരുന്നിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യം. അതായത് ഒരു 5 years കഴിയുന്നതോടുകൂടി ഒരു മെഡിസിൻ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഒരു ഡോക്ടറാണ്, അതേപോലെ ഒരു 5 years കഴിയുന്നതോട് LLB പഠിച്ചു കഴിഞ്ഞ ഒരാൾ വക്കീലുമാണ്. ഓക്കെ, ഒരു ട്രേഡർ, ഒരു ഫോറക്സ് ട്രേഡർ, അവൻ കൊള്ളാം, അവനൊരു ട്രേഡറാണെന്ന് നിതിൻ എപ്പോഴാണ് പറയുന്നത് ഓക്കെ ഹീസ് എ ഗുഡ് ട്രേഡർ? പേ ഔട്ട് കിട്ടുന്നതിൻ്റെ കണക്ക് വെച്ചിട്ടാണോ, അതോ ആളുടെ സൈക്കോളജിയും ഡിസിപ്ലിനും കാണുമ്പോഴാണോ? വെൻ ഡു യു ഫീൽ ദാറ്റ് ഗൈ ക്യാൻ മേക്ക് മണി ഓഫ് ട്രേഡർ? ഡിസിപ്ലിൻ കാണുന്ന സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പേ ഔട്ട് സർട്ടിഫിക്കറ്റ്സോ വേറെ എടുക്കുന്ന ഇതോ ഒന്നുമല്ല. അവരുടെ ട്രേഡ്സ് കാണുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ ഫെൻ ഈസ് ഡൂയിങ് വെൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവനറിയാം എവിടെ അവന് നിർത്തണമെന്നറിയാം. എവിടെ നിന്ന് അവൻ്റെ പ്രോഫിറ്റ് അവൻ എടുക്കണമെന്നറിയാം. അതറിയാവുന്ന ഒരാൾ നല്ല ട്രേഡർ ആയിരിക്കും. എനിക്ക് ഇത്രയും മതി. നമുക്കിതിൽ എപ്പോഴും വരുന്ന സാധനം എന്താണ്? ഗ്രീഡാണ്. വി നീഡ് മോർ, വി നീഡ് മോർ. $100 കിട്ടിയാൽ എനിക്ക് എത്രയും പറയാം, എനിക്കൊരു $200 വേണം. അവിടെ പോയി ആ ഇമോഷൻസ് പോയി, മനസ്സിലായോ? അതല്ല, എനിക്കിന്ന് $100 മതി, ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് $100 ആണ്, അത് കിട്ടി, ഞാൻ സമാധാനമായിട്ട് മാറുകയാണെങ്കിൽ ഈസ് എ ഗുഡ് ട്രേഡർ. അതേസമയം ഞാനിവിടെ $100 മേക്ക് ചെയ്ത് ഒരു $10 കൂടെ മേക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് ട്രേഡ് ചെയ്യുന്നുള്ളതാണെങ്കിൽ ആ $10 ഉണ്ടാക്കാം, ഇന്നുണ്ടാക്കിയ $100 കളയും. പിന്നെ അതേപോലെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കുറേ അധികം ആൽഗോസ് പോകുന്നുണ്ട്. അതേപോലെ ഈ ഫോറക്സ് മാർക്കറ്റിൽ ഇങ്ങനെ ആൽഗോ റൺ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ആൽഗോയിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സോഫ്റ്റ്വെയറിന് അടിച്ചു കൊടുക്കുന്ന നമ്മുടെ സ്ട്രാറ്റജിയാണ് അവിടെ വർക്ക് ആവുന്നത്. എല്ലാ ദിവസവും ഒരു സെയിം മാർക്കറ്റ് ആയിരിക്കുമോ? അല്ല, ഒരിക്കലല്ല. അല്ലല്ലോ. എല്ലാ ദിവസവും വരുന്ന ന്യൂസുകൾ സെയിം ആയിരിക്കുമോ? അല്ല. മാർക്കറ്റ് ന്യൂസ് ബേസിസിനനുസരിച്ച് മാർക്കറ്റിന്റെ ഇമോഷൻസ് ഉണ്ട്. മാർക്കറ്റിന്റെ ഇമോഷൻസ് മാറി. ഇപ്പം വാറ് എന്താ പറയുക, ഇതായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഒരു പീസ് സ്റ്റോക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിന്റെ കണ്ടീഷൻ വേറെ ആയിരിക്കും. അല്ലെങ്കിൽ വാറ് നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റിന്റെ കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊന്നും ഇല്ലാത്ത മാർക്കറ്റ് ഉണ്ട്, വാറും ഇതൊന്നും ഇല്ല, ജിയോ പൊളിറ്റിക്കൽ സിനാരിയോസ്, ഇത് നോർമൽ മാർക്കറ്റ് ഉണ്ട്. ആ നോർമൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? അപ്പം നമ്മൾ ഈ ആൽഗോയിൽ ബിൽഡ് ചെയ്യുന്ന സ്ട്രാറ്റജി ഇത് എല്ലാത്തിനും കൂടെ അഡാപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ആണെങ്കിൽ അത് വർക്കാവും. അല്ലാത്ത സ്ട്രാറ്റജികൾ എന്താ പറയുക, ഒരു പോയിന്റ് ഓഫ് ടൈം വരെയും നമുക്ക് റിട്ടേൺസ് തരും. പിന്നെ അത് സോമേറ്റ് ആ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അത് അഡാപ്റ്റഡ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ സോമേറ്റ് അവിടെ ലോസസ് വരും. മോശമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ആൽഗോസ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അത് അതിനനുസരിച്ച് അത് ഓരോ മന്തിലും ഇങ്ങനെ അപ്ഡേറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും അല്ലെങ്കിൽ അത്രയും കോസ്റ്റ് അതിലോട്ട് മുടക്കണം നമ്മളത് പ്രോപ്പർലി ഇത് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ. നമ്മൾ ജസ്റ്റ് ഒരു കോഡ് നമ്മൾ ബിൽഡ് ചെയ്തിട്ട് ആ കോഡ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് കണക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആൽഗോ വർക്കാവില്ല. അത് അതിന് പ്രോപ്പറായിട്ടുള്ള മന്ത്ലി അപ്ഡേറ്റ്സും സർവീസസ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ട്രൂ ഫാക്ട്. ഇപ്പോൾ ഫണ്ടമെന്റൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതായത് ന്യൂസ് പോലെയുള്ള വാർ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പല ട്രേഡേഴ്സും കണ്ടിട്ടുണ്ട്, ഫണ്ടമെന്റൽ ന്യൂസ് എന്താണെങ്കിലും ആയിക്കോട്ടെ, ടെക്നിക്കലി ഇവരുടെ സോണിലോ അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ചൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അവർ ട്രേഡ് എടുക്കും, വാട്ട് എവർ ദ ഫണ്ടമെന്റൽ ന്യൂസസ് മേ ബി. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ന്യൂസ് മാത്രം നോക്കി വെയിറ്റ് ചെയ്ത് നോക്കി ഇന്ന ദിവസം ഇത്ര വോളറ്റൈലിറ്റി ആയിരിക്കും, ഇപ്പോൾ വോളറ്റൈലിറ്റി കുറയും. അപ്പോൾ ഒരു ഫോറക്സ് മാർക്കറ്റിൽ എത്രത്തോളം ഫണ്ടമെന്റൽ ന്യൂസിന് ഒരു വാല്യൂ ഉണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പം ഗോൾഡിനാണ് ഒരാൾ ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഗോൾഡിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ന്യൂസുകളാണ് US റിലേറ്റ് ചെയ്ത് വരുന്ന ന്യൂസുകൾ. US വരുന്ന CPI, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റാസ്, PPI, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, GDP, ഇങ്ങനെ സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് US ഡോളറിനെ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. US ഡോളറിനെ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്ന സാധനങ്ങൾ ന്യൂസുകൾ വന്നിട്ടുണ്ടെങ്കിൽ സോമായിട്ട് അത് ഗോൾഡിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. കാരണം US ഡോളറിലോട്ട് നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്ട് ചെയ്യുന്ന ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾഡിന്റെ റേറ്റ് കൂടും. അതേസമയം US ഡോളറിന് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾഡിന്റെ വാല്യൂ കുറയും. അതാണ് ഇതിന്റെ കോറിലേഷൻ കിടക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ ഫണ്ടമെന്റൽ ഒന്നും നോക്കാണ്ട് എന്താണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് തരുന്ന സാധനം കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേഷൻ, അതിൻ്റെ ബേസിസിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ഇഗ്നോർ ചെയ്യുക, ഇതിൻ്റെ മാർക്കറ്റിനെ മൂവ് ചെയ്യുന്ന ബാക്കിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ഇഗ്നോർ ചെയ്യും. സത്യം പറഞ്ഞാൽ നല്ല ഫണ്ണാണ് നമ്മൾ ഈ മാർക്കറ്റ് നമ്മൾ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഫണ്ണാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം വരുന്ന ഓരോ ന്യൂസുകൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇപ്പം ട്രംപും ഇന്ത്യയും മോദിയും ട്രംപും കൂടെ തമ്മിലുള്ള ഒരു മീറ്റിംഗ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലായോ? ഇറാനും ഇവരുടെ മറ്റേ വാറിന്റെ ടോക്കിങ്സ് വരുന്ന സമയത്ത് അത് നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഡയറക്ട്ലി ഗോൾഡിനെ അഫക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്, ഡയറക്ട്ലി US ഡോളറിനെ അഫക്ട് ചെയ്യുന്ന സാധനം, അത് ഗോൾഡിനെ അഫക്ട് ചെയ്യും. ഇതിനെ ബാക്കിലും ഇതിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഇതിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന കുറേ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫിനോമിനൽസ് ഉണ്ട് അവിടെ. അത് നമ്മൾ പ്രോപ്പർലി അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒരു വ്യൂ കിട്ടും. ഓക്കെ ഫൈൻ, ഇന്ന് ഈ ഗോൾഡ് ഇനി താഴോട്ട് തന്നെ ആയിരിക്കും പോകാൻ സാധ്യത. കാരണം എന്താണ്, അവിടെ ഇങ്ങനെ സംഭവിച്ചു. ഇത് പണ്ടായിരുന്നു കേട്ടോ പ്രോപ്പർലി നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് അഗെയിൻസ്റ്റ് പോയി തുടങ്ങി. കാരണം കുറേ ആൾക്കാരും ഇത് പ്രോപ്പർലി പ്രിഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ സോ ഗോൾഡ് ഇങ്ങനെ ആയിരിക്കും. ഒരു റീസെൻ്റ്ലി കഴിഞ്ഞ വർഷത്തെ ഗോൾഡ് റാലി സീൻ റാലി ആയിരുന്നല്ലോ ഗോൾഡ്, നിങ്ങൾ ആ സമയത്ത് ഫണ്ടഡ് അക്കൗണ്ട്സ് അടക്കം വരുന്ന ഫണ്ടഡ് ഫേംസ് എല്ലാവരും തന്നെ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെവറേജ് കട്ട് ഡൗൺ ചെയ്തു. കാരണം എല്ലാവരും ബൈ ആണ്.
കാരണം മാർക്കറ്റ് കുതിച്ച് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ വേറെ പ്രത്യേകിച്ച് കൺഫർമേഷന്റെ വേറെ പ്രത്യേകിച്ച് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. മാർക്കറ്റ് ഗോൾഡിന്റെ പ്രൈസിങ് അടിച്ചടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും ബൈറ്റ് പ്രൈവറ്റ് എടുക്കാൻ തുടങ്ങി. അപ്പം ഫണ്ടഡ് ഫേംസ് എന്ത് ചെയ്തു, നമ്മുടെ ലിവറേജ് കുറച്ചു, റിസ്ക് പെർ ട്രേഡ് കുറച്ചു, ലോട്ട്സ് എക്സ്പോഷർ കുറച്ചു, ഇങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. മനസ്സിലായോ? അപ്പൊ ഫണ്ടമെന്റ്സ് നമുക്ക് അനലൈസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കൊരു ബിഗ് പിക്ചർ കിട്ടും, വാട്ട് മാർക്കറ്റ് മൈറ്റ് ബി ഒരു സാധനം കിട്ടും. പിന്നെ വേർ വി ഹാവ് ടു ട്രേഡ് എന്നുള്ളത് നമ്മൾ ടെക്നിക്കലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ദ റൈറ്റ് പ്രൈസ് ടു ബൈ, ദ റൈറ്റ് പ്രൈസ് ടു സെൽ, ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറേ അധികം ട്രേഡേഴ്സ് ഉണ്ട്. ആ ട്രേഡേഴ്സിൽ ചില ട്രേഡേഴ്സ് ഏഷ്യൻ മാർക്കറ്റിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്, ചില ട്രേഡേഴ്സ് ലണ്ടൻ സെഷനിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്, ചില ട്രേഡേഴ്സ് ന്യൂയോർക്ക് സെക്ഷനിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അതിനെ കൊണ്ട് എന്തെങ്കിലും പർട്ടിക്കുലർ ബെനിഫിറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏത് ടൈമിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഓരോ ആൾക്കാരുടെ സ്ട്രാറ്റജിന്റെ ബേസിസിൽ അവർ ലണ്ടൻ സെഷനിൽ ട്രേഡ് ചെയ്യണോ, ന്യൂയോർക്കിൽ ട്രേഡ് ചെയ്യണോ, അല്ലെങ്കിൽ മറ്റേ ഏഷ്യൻ സെഷനിൽ ട്രേഡ് ചെയ്യണോ എന്നുള്ള ഓരോ ആൾക്കാരുടെ സ്ട്രാറ്റജി അവർ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി പോലെ ഇരിക്കും. അത് ഇന്നത് ട്രേഡ് ചെയ്താൽ മതി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ സ്ട്രാറ്റജി അങ്ങനെ ആയിരിക്കും. ആ സമയത്തായിരിക്കും അവർക്ക് മൂവ്മെന്റ് കിട്ടുന്നത്. അത് പോയിന്റ് നല്ലതാണ്. കാരണം അവർ ഡിസിപ്ലിൻ ആണ്. ഇന്ന സമയം തൊട്ട് ഇന്ന സമയം ഒരു മാർക്കറ്റ് അവർ നോക്കിയാൽ മതി, ബാക്കി അവർക്ക് സമയം ബാക്കി പരിപാടികൾ ചെയ്യും. അപ്പൊ അങ്ങനെയുണ്ട്. ചില ആൾക്കാർ രാവിലെ തൊട്ട് രാത്രി വരെ നോക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ സെറ്റപ്പ് എപ്പോൾ വേണമെങ്കിലും വരാം. ലണ്ടനിൽ വേണമെങ്കിൽ വരാം, ന്യൂയോർക്കിൽ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഏഷ്യനിൽ വേണമെങ്കിൽ വരാം. അപ്പൊ അത് മോശം നമുക്ക് പറയാൻ പറ്റത്തില്ല. വിച്ച് ഇസ് ഗുഡ്. ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റ് വെച്ച് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ അതേപോലെ ഞാൻ യുഎയിലാണ് നിൽക്കുന്നത്. അപ്പം കുറേ അധികം ട്രേഡേഴ്സിനെ കാണാറുണ്ട്. ട്രേഡേഴ്സ് എന്നല്ല, ഈ ട്രേഡിംഗ് ഫീൽഡിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നു കുറേ അധികം പൈസ കളഞ്ഞ ആൾക്കാരുണ്ട്. അതായത് ട്രേഡ് ചെയ്തിട്ടല്ല, ഒരു ബ്രോക്കർ ഏതെങ്കിലും ആൾക്കാർ വിളിക്കുന്നുണ്ടാവും, വിളിച്ച് ഇന്ന പോയിന്റിൽ ബൈ ചെയ്തോളൂ, സെല് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ബ്രോക്കർ അക്കൗണ്ട് പോലും ഉള്ളത് അറിയില്ല. പലരും പറയുന്നത് MT5 ഞാൻ ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നത്, ഏതാ ബ്രോക്കർ പോലും അറിയില്ല. അങ്ങനെ വരുന്നത് ഇത് അധികം സ്കാമി ആയിട്ടുള്ളൊരു മേഖലയിലേക്ക് പോകുന്ന പോലെ ഒരു ഫീല് യുഎയിൽ ഞാൻ കണ്ടുവരുന്നുണ്ട്. അപ്പം എന്താണ് നിതിൻ്റെ അഭിപ്രായം? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് എന്തുകൊണ്ടാ വരുന്നേന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് നമുക്ക് പൈസേന്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ, ഇപ്പം പൈസ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ വരുന്നതെങ്കിൽ നമ്മളത് എക്സ്പ്ലോർ ചെയ്യുമല്ലോ. നോ മാറ്റർ വാട്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യും. പക്ഷേ നമ്മൾ അതിന് മുമ്പ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഫൈൻ. ഒരാളുടെ ഒരു ഫോണിൽ വിളിച്ച് ഇന്ന ഏരിയയിൽ നിന്ന് ബൈ ചെയ്തോ, ഇന്ന ഏരിയയിൽ നിന്ന് സെല് ചെയ്തോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ഒരു കൈൻഡ് ഓഫ് ഒരു സ്കാം തന്നെയാണെന്ന് മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ബൈ ചെയ്താൽ പോരെ. നമ്മളോട് ഈ ബൈ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഒരു 10 ലക്ഷം രൂപ എവിടെയെങ്കിലും ലോൺ എടുത്തിട്ട് അവർക്ക് ക്യാപിറ്റൽ ലോഡ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാമല്ലോ. അവർ നമ്മളെ വിളിച്ച് കൺവിൻസ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ അത് ഒരു കൈൻഡ് ഓഫ് ഒരു നല്ലൊരു ശീലമല്ല എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഇഫ് യു വാണ്ട് ടു മേക്ക് മണി വി ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് എന്നുള്ള സാധനം ഉണ്ടല്ലോ. നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഫൈൻ സാധനം അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരുമ്പോൾ ഇതിനൊക്കെ നമ്മൾ കൗണ്ടർ ചെയ്യും. അതല്ല ഇഫ് വി ആർ ഡൗൺ വിത്ത് ദി നോളജ്, നമുക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ വരുന്ന സമയത്ത് നമ്മൾ വീണ് പോകുന്നത്. ഇപ്പം യുഎന്റെ സിനാരിയോ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട് യുഎയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ ഡീപ്പ് ഡൗൺ അവർക്ക് ഈ കേരളത്തിൽ നിൽക്കാനും അവരുടെ നാട്ടിൽ നിൽക്കാനും വീട്ടിൽ നിൽക്കാനും ഒക്കെ ആയിരിക്കും അവർക്ക് താല്പര്യം. പക്ഷെ വരെ കുറേ ഫിനാൻഷ്യൽ എന്താ പറയുക ഒരു കൺസ്ട്രെയിൻറ്റ് കൊണ്ട് അവർക്ക് എന്താ പറയുക അവർക്ക് അവിടെ പോയി വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അവർ എങ്ങനെയും ഒന്ന് തിരിച്ച് വീട്ടിലോട്ട് എത്തിയാൽ മതി, തിരിച്ച് നാട്ടിലെത്തിയാൽ മതി എന്നുള്ള ഫോർമാറ്റ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലോട്ട് വരുന്ന ഓപ്ഷൻ ഇതായിരിക്കും. അപ്പോൾ അവരത് ചൂസ് ചെയ്യും. ജസ്റ്റ് നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അവരത് അവരുടെ മുമ്പിൽ വരുന്ന ഓപ്ഷൻ അവർ ട്രൈ ഔട്ട് ചെയ്തു. പക്ഷേ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ഫ്രീ ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കി തരാം എന്നുള്ളൊരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്കാം. അത് നമ്മൾ ആരും കൊടുക്കാനാ. നമ്മൾ എത്രത്തോളം ഇതാന്ന് പറഞ്ഞാലും നമ്മളങ്ങനെ കൊടുക്കാൻ അല്ല, അത് പോകുന്നില്ല. പലരും മനസ്സിലാക്കുന്നില്ല. ഒരാളൊരു ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരാൾ ഫ്രീ ആയിട്ട് പൈസ നമുക്ക് കൊണ്ടുതരില്ല. അത് അതാ ഞാൻ മനസ്സിലാക്കാതെ പറഞ്ഞത്. ആരും ആ സമയത്തുള്ള നമ്മുടെ ട്രോമ ഡിഫറെന്റ് ആയിരിക്കുന്നേ. ആ നമ്മളും ഇപ്പം സഫാൻ ആയിക്കോട്ടെ, അർഷാദ് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ പോയ ആൾക്കാരാണല്ലോ, പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അതെ. നമ്മൾ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ കിട്ടുന്ന ഒരു കച്ചിത്തുറുമ്പായിരിക്കും അത്. എന്തേലും ഒന്ന് കാണിച്ചിട്ട് ഇതൊന്ന് കറയേറ്റി കൊണ്ടുവരാനായിരിക്കും നമ്മുടെ പ്ലാൻ ഉള്ളത്. അപ്പോൾ അവന് മുമ്പിൽ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഇതായിരിക്കും. അപ്പോൾ അത് അവർ വെച്ച് പോകും. വെച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ എന്താ പറയുക, ഞാനും ഇഷ്ടംപോലെ ഇനീഷ്യൽ സമയത്ത് ഈ MLM സാധനം ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ MLM ഇതാക്കി പറഞ്ഞു ട്രൈ
ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം. അല്ല ഞാനും പേഴ്സണലി ചെയ്തിട്ടുണ്ട് Try- കുറേ അധികം കമ്പനി. ഞാൻ MLM ട്രൈ ചെയ്തിട്ടുണ്ട്. മറ്റേ ആൽഗോസ് ഇത് ചെയ്യുന്ന ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ വിളിച്ച് കോൾ ടിപ്പ് ഇടുന്ന സാധനം ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. സിഗ്നൽസ് ഗ്രൂപ്പിൽ പൈസ കൊടുത്ത് ഞാൻ ചേർന്നിട്ടുണ്ട് ഇനീഷ്യൽ ടൈമിൽ. അപ്പൊ നമുക്ക് അറിയത്തില്ല ഇത് എവിടുന്ന സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന. നമുക്കൊരു വെപ്രാളം ആയിരിക്കും, എവിടുന്നേലും എന്തെങ്കിലുമൊക്കെ ഇതൊന്ന് പഠിച്ചൊന്ന് മനസ്സിലാക്കി സെറ്റ് ആക്കാം. ആരെയും പറഞ്ഞിട്ടുണ്ടാവും അവന്റെ സ്ട്രാറ്റജി കൊള്ളാം, ഈ ഗ്രൂപ്പ് അടിപൊളിയാ. സ്വാഭാവികമായിട്ടും ഇതില് എന്താ പറയാ, നമ്മളത് ട്രൈ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഫൈൻ ഇതൊരു ചതിയായിരുന്നു അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായിരുന്നു എന്ന്. അന്നേരം നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അന്നേരം റിയലൈസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് നമ്മൾ റിസ്ക് എടുക്കാൻ, നമ്മൾ ട്രേഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിൽ എത്രത്തോളം നമ്മൾ റിസ്ക് എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണ് അതിലോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ തീർന്നു. അതേസമയം ഞാനൊരു 10,000 വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താ പറയാ ലോജിക്കൽ വേ ഓഫ് ട്രൈങ് സംതിങ് അല്ലേ. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്താൻ കുറച്ച് പൈസ പോകണം. അതോ അത് ശരിയാ. പിന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നൊരു കുട്ടി സ്വാഭാവികമായിട്ടും അതിൻ്റെ യൂണിഫോം, ലഞ്ച് ബോക്സ്, പുതിയ ബുക്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഫോറക്സിലേക്ക് പഠിക്കാൻ ഇറങ്ങുന്നൊരു കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞാൽ യുവാവാണെന്നില്ല, ശരി പ്രായക്കാൾ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ പോകുന്ന ഒരാളാണ്. അയാളുടെ ബാഗിൽ എന്തൊക്കെ വേണം? വാട്ട് ആർ ഹിസ് തിങ്സ് ദാറ്റ് ഷുഡൻറ്റ് ബി ദെയർ? എന്തൊക്കെ ഉണ്ടാവാനും പാടില്ല, എന്തൊക്കെ വേണം? അതായത് ആദ്യം പുള്ളിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം, പുള്ളി എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. ബേസിക് നോളജ് ബേസിക് നോളജ് വേണം. ആ ബേസിക് നോളജ് ഫസ്റ്റ് അക്വയർ ചെയ്യുക, അത് ബാഗിൽ ഇട്ടേക്കുക. രണ്ടാമത്തത് റിസ്ക് മാനേജ്മെന്റ് ടൂൾസുകളുണ്ട്. ആ ടൂൾസുകൾ പ്രോപ്പർലി അനലൈസ് ചെയ്യുക. RR ഉണ്ട്, പൊസിഷൻ സൈസിങ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇത് പ്രോപ്പർലി പഠിക്കുക, അതെടുത്ത് ബാഗിലിടുക. പ്രോപ്പർലി എത്ര ക്യാപിറ്റൽ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സാധനം ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എല്ലാ സ്റ്റാർട്ടപ്പിന്റെ തുടക്ക സമയത്ത് അവർ എന്താ പറയുക, അവർ ഒരു എമൗണ്ട് ഇടും. എന്തിനാ അവർ ആ എമൗണ്ട് ഇടുന്നത്? ഇത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ അല്ലേ. മാർക്കറ്റിൽ ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റിൽ ഇതിന്റെ ഒരു എങ്ങനെ ഇത് മാർക്കറ്റിൽ ഇത് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് ഇടും അല്ലേ. അതേ ഫോർമാറ്റ് തന്നെ ഇതിന് ബിസിനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ ബാഗിലോട്ട് എന്തൊക്കെ നമ്മൾ ഇടണം എന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യം നോളജ് ഇടണം, പിന്നെ നോളജ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസിപ്ലിൻ ഇടണം, പിന്നെ കൺസിസ്റ്റൻസി ഇടണം. ഈ 3 സാധനങ്ങൾ ബാഗിൽ ഇടണം. ഇനി എന്തൊക്കെ ഇടാൻ പാടില്ല? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇടാൻ പാടില്ല, ഗ്രീഡ് ഇടാൻ പാടില്ല, പിന്നെ എന്തിടാൻ പാടില്ല? ഓവർ ട്രേഡിങ് ഇടാൻ പാടില്ല, ഓവർ എക്സ്പെക്ടേഷൻ ഇടാൻ പാടില്ല. അതായത് ഓവർ എക്സ്പെക്ടേഷൻ ഞാൻ ഇന്ന് ഒരു കോഴ്സ് എടുത്തു, ഞാൻ 3 മാസം ആ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇത് പ്രോഫിറ്റബിൾ ആവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അത് ഫേക്ക് ആയിട്ടുള്ള എക്സ്പെക്ടേഷനാണ്. അത് ഇടാൻ പാടില്ല. ഇത് സാധനങ്ങൾ ആ ബാഗിൽ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടും. ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രേഡർ വരുന്ന സമയത്ത് നമുക്ക് എത്ര റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ നിന്ന്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിലും നമുക്ക് വേണമെങ്കിൽ 5% ഉണ്ടാക്കാം, 10% എടുക്കാം, 100% ഉണ്ടാക്കാം. ഞാൻ റീസെൻ്റ്ലി ഒരു അക്കൗണ്ടിൽ ഒരു $3,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഒരു മാസം എനിക്ക് ഏകദേശം 200%-ന്റെ മുകളിൽ എനിക്ക് പ്രോഫിറ്റ് ഞാൻ അതിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 200%. എല്ലാ മാസം ഞാൻ മേക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ചില മാസങ്ങളിൽ എനിക്ക് ലോസുകളുണ്ട്. മനസ്സിലായോ? അപ്പം ആ മാസം എനിക്ക് അത്യാവശ്യം എൻ്റെ ഞാൻ വിചാരിച്ച സാധനങ്ങൾ വർക്കൗട്ടായി. അതിൽ എൻ്റെ ഇമോഷൻസ് ചില സമയത്ത് ഞാൻ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ എൻ്റെ കയ്യിൽ നിന്ന് റിസ്ക് മാനേജ്മെന്റ് എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും പെർസെൻറ്റേജ് ഇപ്പം നമ്മളൊരു 3 to 5% നമ്മൾ മന്ത്ലി ഇനീഷ്യലി ടാർഗറ്റ് ചെയ്യണമെങ്കിൽ വിച്ച് ഇസ് എ ഗുഡ് വൺ. നമ്മൾ വേറെ പ്രത്യേകിച്ച് നമ്മൾ 10%, 20%, 50% നമ്മൾ എയിം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $100 ഇട്ടായിരിക്കും ഒരു ബിഗിനർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. $100 ഇട്ടിട്ട് $10 അവൻ ഒരു ദിവസം മേക്ക് ചെയ്തു, വിച്ച് ഇസ് 10% ഓഫ് ഹിസ് ക്യാപിറ്റൽ. അവനൊരു മന്ത് എത്ര മേക്ക് ചെയ്യാനാണെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ? 3 to 5%. ഹി ഹാവ് ഓൾറെഡി മേഡ് $10 അല്ലേ. അപ്പോൾ അവന് അത് റിയലൈസ് ചെയ്യാൻ പറ്റണം. ഞാൻ ഓക്കെ ഫൈൻ, എൻ്റെ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ 10% ഇന്ന് ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തെ എൻ്റെ ടാർഗറ്റ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടിൽ ആ $10 പ്രോഫിറ്റ് എടുത്ത് മാറ്റി വെക്കാൻ പഠിക്കണം. മനസ്സിലായോ? ആ ഒരു റിയലൈസേഷൻ വരുന്ന സമയത്ത് തന്നെ ഇതിൽ സക്സസ് കിട്ടി തുടങ്ങുന്നേ. നമ്മൾ ഇത്രയും പൈസ ഇട്ടു, ഇത്രയും പൈസയ്ക്ക് ഇത്രയും പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് കിട്ടി, ROI നമുക്ക് കിട്ടിയെന്ന് ഉള്ളൊരു ബോധ്യം നമുക്ക് വരുമ്പോൾ തന്നെ ഇതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ റിസ്ക് എടുക്കുന്നതിൻ്റെ ബേസിസിലായിരിക്കും. ഇന്നൊരു മന്ത് നമ്മൾ 2-3 മാസം നമ്മൾ $100 ഇട്ട് ടോട്ടൽ പ്രോഫിറ്റ് എടുത്തു എന്നുവെച്ചാൽ ഉടനടി പോയിട്ട് പിന്നെ $1,000 $10,000 നമ്മൾ കയറ്റി നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. അവിടെയാണ് സ്കെയിലിംഗ് അപ്പിന്റെ പ്രോപ്പർ സിസ്റ്റമാറ്റിക് വരുന്നത്. ഇപ്പം $100 ഇട്ട് സെറ്റായി കഴിയുമ്പോൾ പതുക്കെ ഒരു $200 കൂട്ടുക, അല്ലെങ്കിൽ $300 കൂട്ടുക. അങ്ങനെ പടിപടിയായിട്ട് എന്താ പറയുക റിസ്കുകൾ കൂട്ടി ക്യാപിറ്റൽ ഇങ്ങനെ പ്രോപ്പർലി സെക്യൂർ ചെയ്ത് ആവശ്യത്തിനുള്ള റിട്ടേൺ മാത്രം എടുക്കുക. പിന്നെ ഏറ്റവും വലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതിനൊരു റീസ്റ്റാർട്ടിങ് വേണം.
ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് പ്രോപ്പർലി സെറ്റ് ആവണമെങ്കിൽ എനിക്ക് സെറ്റ് ആയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയായിരുന്നു. ഇനീഷ്യലി ഒരു എമൗണ്ട് ഇടും, അതിന് ഇത്രയും പെർസെൻറ്റേജ് പ്രോഫിറ്റ് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഞാൻ മേക്ക് ചെയ്തെന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്ത ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് മേക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് ഞാൻ സ്പോട്ടിൽ ഞാൻ വിഡ്രോ ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഫ്രഷ് ക്യാപിറ്റലാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാപിറ്റലാണ് ഇതാവുന്നത്. അപ്പോൾ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഭയം എൻ്റെ മൈൻഡിലോട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിനനുസരിച്ചുള്ള റിസ്ക്കുകൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നമ്മളൊന്ന് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം അതിൽ പിടിച്ചു കയറാൻ പറ്റും. ഇപ്പോൾ നേരത്തെ നമ്മൾ കോഴ്സസിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ചെറിയ റേറ്റിന് പഠിക്കുന്നുണ്ട്, വലിയ റേറ്റിന് പഠിക്കുന്നുണ്ട്. ഇതിൽ പല കോഴ്സസും പല ഡ്യൂറേഷനാണ്. അപ്പോൾ പെട്ടെന്ന് കഴിയുന്ന കോഴ്സുകളുണ്ട്. ചില ആൾക്കാർ ഞങ്ങളിപ്പോൾ തീർത്ത് തരാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കോഴ്സുകളുണ്ട്. ചില ആൾക്കാർ ഇത് കുറേ കാലം കഴിയുമെന്ന് പറയുന്നത് അങ്ങനെ നീട്ടി വിളിക്കുന്ന കോഴ്സുണ്ട്. ഇതിൽ 3 months 6 months 12 months വരെ പോകുന്നൊക്കെ ഉണ്ട്. ഏതാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ ഏറ്റവും ബെസ്റ്റ്, ഒരു ന്യൂ സ്റ്റുഡൻറ്റ്? ഇതിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പം MBA പഠിക്കുകയാണെങ്കിൽ നമുക്ക് 2 years നമ്മൾ അതിൽ ഇൻവെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു BBA എടുക്കുകയാണെങ്കിൽ നമ്മൾ 3 years നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രേഡിങ് നമ്മൾ പ്രോപ്പർലി പഠിച്ചെടുക്കാൻ അതിന് സ്വാഭാവികമായിട്ടൊരു സമയമുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ഇതിൽ നമ്മൾ കണ്ടേക്കുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇനീഷ്യലി തുടങ്ങുന്ന സമയത്ത് ഒരു 10-50 പേര് നമ്മുടെ ആ പെർട്ടിക്കുലർ ക്ലാസ്സസിൽ കാണും. പക്ഷെ അത് ആ 3 മാസത്തെ കോഴ്സാണ്. ഈ 3 മാസത്തെ കോഴ്സ് വൈൻഡപ്പ് ആകുമ്പോഴത്തേക്കും അതിൽ ആപ്പാട് ഒരു എന്താ പറയുക ഒരു 50-70% ആൾക്കാർ റീറ്റെയിൻ ആവത്തുള്ളൂ. ബാക്കി ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രേഡ് ചെയ്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഫോർമാറ്റിൽ വരുന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് ഇത്രയും ടൈം ലാഗ് ഉണ്ടല്ലോ, അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസിക്സ് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ എക്സ്പീരിയൻസ് കൊണ്ടേ നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോഫിറ്റ് ആയിക്കോട്ടെ, നമ്മുടെ കൺസിസ്റ്റൻസ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, സെറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടേ ബിൽഡ് ആവത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ബേസിക്സും കാര്യങ്ങളും പ്രോപ്പർലി പഠിച്ച് സ്ട്രക്ചർ ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക പതുക്കെ ഈ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 1 month കോഴ്സ് ആണെങ്കിൽ 1 month കോഴ്സ്, 3 month കോഴ്സ് ആണെങ്കിൽ 3 month കോഴ്സ്. പക്ഷേ എപ്പോഴും ചെറിയ ഡ്യൂറേഷനിൽ പെട്ടെന്നുള്ള തിയറി കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ നോക്കുക. അതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ അത്രത്തോളമാണ് ശരിക്കും ഒരു കോഴ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ഫോറക്സിലെ ഒരു ബേസിക്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉള്ളത്. സഫോന് വേറെ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ലായിരുന്നു. വെരി ഗുഡ് നോളജ് അല്ലേ? അതെ, നല്ല രീതിയിൽ നോളജ് ഞാൻ ചെയ്തു. അതെ, നമ്മുടെ ഫോറക്സിന്റെ കാര്യത്തിലൊരു ശരിയായ ഗുരു തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു റിഗ്രറ്റ് ഉള്ള കാര്യത്തിൽ യു ആർ രാജകുമാരൻ. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. എന്തായാലും ഇതൊരു അടിപൊളി സക്സസ് ആവട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.